الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ بوأنا لإبراهيم مكان البيت ألا تشرك بي شيئا وطهر بيتي للطائفين والقائمين والركع السجود. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിച്ച് അവന്റെ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുവാനുള്ള യോഗ്യത നേടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇങ്ങനെ അവന്റെ സ്വർഗപ്രവേശനം കരസ്ഥമാക്കുന്ന അവന്റെ ഇഷ്ട ദാസന്മാരുടെ ദാസികളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മഹല്ല് ഭരണം ഒരു വലിയ ഉത്തരവാദിത്തമാണ്, അമാനത്താണ് എന്നതായിരുന്നു നാം ഇതിനു മുമ്പ് വിശദീകരിച്ചിരുന്ന വിഷയം. അതിനോടനുബന്ധമായി കൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വിശദീകരിച്ചിട്ടില്ല എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിനിടയ്ക്ക് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയാവതരണവും നാം നടത്തുകയുണ്ടായി. ഒരു മഹല്ല് രൂപപ്പെടുന്നത് സാധാരണഗതിയിൽ ഒരു പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ പള്ളിയുമായി ബന്ധപ്പെടുന്ന ആളുകളും വ്യക്തികളും കുടുംബങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് സാധാരണഗതിയിൽ ഒരു മഹല്ല് രൂപപ്പെടാറുള്ളത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹല്ല് അല്ലെങ്കിൽ പള്ളി എന്നൊക്കെ പറയുന്നത് ഒരു നാടിൻ്റെ മുഴുവനും ആശയും ആശ്രയവും അവലംബവും എല്ലാം പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ വിഷയത്തിൽ ഒരു കണക്കിന് മതവിവേചനത്തിൻ്റെയും ആവശ്യമില്ല. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമെല്ലാം പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഉണ്ടായിത്തീരേണ്ടുന്ന കാര്യങ്ങളാണ്. പള്ളിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിന് നാം സാധാരണ പറയാറുള്ളത് മിനാരം എന്നാണ്. മനാർ എന്ന് പറഞ്ഞാൽ, മനാറ എന്ന് പറഞ്ഞാൽ അറബിയിൽ ലൈറ്റ് ഹൗസ് എന്നാണ് അർത്ഥം. അഥവാ പ്രകാശം നൽകുന്ന, പ്രകാശം പരക്കുന്ന ഇടം.
അപ്പോ ഒരു നാട്ടിലെ പള്ളി എന്ന് പറയുന്നത് ലൈറ്റ് ഹൗസുകൾ, മനാറകളായി മാറേണ്ടതുണ്ട്. ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അത് ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള ആലോചനകളും തീരുമാനങ്ങളുമെല്ലാം ഒരു പള്ളിയിൽ നിന്ന് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. പണ്ട് കാലത്ത് ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞു. അന്ന് അതിന് നല്ല അർത്ഥമുണ്ടായിരുന്നു. ആളുകൾക്ക് എന്ത് വിഷയമുണ്ടായിരുന്നാലും എന്തെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞ ആശയത്തിൽ അത് പള്ളികളിലെത്തിച്ചാൽ, അവിടെയുള്ള അധികാരികളെ ആ വിവരം അറിയിച്ചാൽ, ആ വിഷയം എന്തായിരുന്നാലും അതിൻ്റെ ഒരു പരിഹാരമുണ്ടാകും എന്നായിരുന്നു പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞ ആ പഴഞ്ചൊല്ലിന്റെ ആശയം. എന്നാൽ ഒരാൾ ഇന്ന് പള്ളിയിൽ പോയി പറ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് എന്നതിന് വേണ്ടിയിട്ടാണ് പലരും പ്രയോഗിക്കാറുള്ളത്. അപ്പോ പള്ളി എന്ന് പറയുന്നത് അത് എല്ലാവരുടെയും ആശയവും ആശ്രയവുമായി മാറേണ്ടത്. ഈ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് പള്ളികൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അൽ മസ്ജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർദ്, ഭൂമിയിലെ അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും പരിശുദ്ധമാണ്, പവിത്രമാണ്. അത് കൈകാര്യം ചെയ്യുന്ന ആളുകളും ആ കൈകാര്യം ചെയ്യുന്ന പ്രദേശത്തെ ആളുകളുമെല്ലാം നല്ല രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും ആ രൂപത്തിൽ ചിന്തിക്കുന്നവരുമാകണം. ആരാണ് പള്ളിന്റെ അധികാരമല്ല, അതിന്റെ പരിപാലനം. പള്ളി അധികാരികൾ എന്നല്ല പറയാറുള്ളത്. പള്ളിയുടെ അധികാരം അള്ളാഹുവിനാണ്. പള്ളിയുടെ ഭരണാധികാരികൾ എന്നല്ല, പള്ളി പരിപാലകർ എന്നാണ് പറയുക. കാരണം പള്ളി നമ്മൾ പരിപാലിക്കുക, ഉണ്ടാക്കുന്നത് വരെ നമ്മളതൊക്കെയാണ്, നമ്മുടെ കാശാണ്, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ എല്ലാമാണ്. എന്നാൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയുടെ പവിത്രതയുടെ ഭവനമാണ്. അതുകൊണ്ട് പള്ളി പരിപാലകരായ ആളുകൾക്കുണ്ടാവേണ്ടുന്ന 5 ക്വാളിറ്റികളുണ്ട്. അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സൂറത്തു തൗബയിലെ 18-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വ അഖാമസ്സലാത്ത വ ആത്തസ്സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കുന്ന ആളുകൾ, ആ ആളുകൾക്കുണ്ടാവേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി ഈമാനുള്ളവരാകണം എന്നതാണ്. നല്ല ഈമാനുള്ള മനുഷ്യരെ മാത്രമേ, ആളുകളെ മാത്രമേ പള്ളി പരിപാലനത്തിന് വേണ്ടി നിയോഗിക്കാൻ പാടുള്ളൂ, തെരഞ്ഞെടുക്കപ്പെടാൻ പാടുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഏതെങ്കിലും ഒരു നമസ്കാരം നമസ്കരിക്കുക എന്നതോ അല്ലെങ്കിൽ പ്രകടമായി കാണുന്ന ആരാധനകൾ നിർവഹിക്കുക എന്നതോ അല്ല, മറിച്ച് ജീവിതത്തിലുടനീളം ഈ ഈമാൻ ഉൾക്കൊള്ളുക എന്നതാണ് അതിന്റെ യോഗ്യത. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാശ ഗോപുരങ്ങളായിക്കൊണ്ട്, ലൈറ്റ് ഹൗസുകളായി ആദ്യം പള്ളി പരിപാലകർ അങ്ങനെയായി തീരേണ്ടത്. നാട്ടിലുള്ള മനുഷ്യർക്ക് മുഴുവനും അംഗീകരിക്കാൻ പറ്റുന്നവരാണവർ. അവരെ നോക്കിയാൽ ഇസ്ലാം എന്തെന്നറിയും, അവരെ നോക്കിയാൽ ഇസ്ലാം മതം എന്താണെന്നറിയും, അവരെ നോക്കിയാൽ ഒരു വിഷയത്തിലെ നന്മ എന്താണെന്നറിയും. അങ്ങനെയുള്ള ആളുകളാവണം പള്ളിയുടെ പരിപാലനത്തിന്റെ നേതൃത്വങ്ങളിലേക്ക് എത്തേണ്ടത്. എത്തുന്ന ആളുകൾ ഞാൻ അങ്ങനെ ആവേണ്ടവരാണ്, ഇതെനിക്കൊരു അമാനത്താണ്, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്, ഒരു വിഷയത്തിലും എനിക്കൊരു പോരായ്മയുണ്ടാകാൻ പാടില്ല, ഒരു വിഷയത്തിലും എനിക്കൊരു പാളിച്ചയുണ്ടാകാൻ പാടില്ല, ഒരു വിഷയത്തിലും ഞാനൊരു അനിസ്ലാമികമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന കർശനമായ ചിന്താഗതി പള്ളി പരിപാലകരായ ആളുകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ യോഗ്യത. രണ്ടാമത്തത്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാകണം. ഇവിടുന്ന് എങ്ങനെങ്കിലുമൊക്കെ കഴിച്ചിലാകാം, ഇവിടുന്ന് എങ്ങനെങ്കിലും ന്യായം പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ പടച്ചോന്റെ മുമ്പിൽ ഒരു വിചാരണയുണ്ട്. ആ വിചാരണ രംഗത്ത് ഞാൻ ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്തത്തിന് കൃത്യമായി മറുപടി പറഞ്ഞേ പറ്റൂ. എന്റെ വായകൾക്ക് ശീലടിക്കപ്പെടുന്ന ദിവസമാണത്. അതിന്റെ കൈകാലുകൾ
സംഗതികൾ സംസാരിക്കുന്ന ദിവസമാണത്, എന്റെ അവയവങ്ങൾ സംസാരിക്കുന്ന ദിവസമാണത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ന്യായം പറഞ്ഞ് ആളുകളോട് സംസാരിച്ച് രക്ഷപ്പെട്ടാലും പടച്ചോന്റെ മുമ്പിലെത്തുക എന്ന ഒരു ബോധം കൃത്യമായി മനസ്സിലുള്ളവരെയാണ് പള്ളി പരിപാലകരായി തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് എത്തിയവർ ഈ ചിന്തയുള്ളവരാവണം. വാക്കാമസ്വര, നമസ്കാരം നിലനിർത്തുന്നവരാകണം. നമസ്കാരം കൃത്യമായി നിലനിർത്തുന്ന ആളുകളാകണം, അത് വീഴ്ച വരുത്തുന്ന ആളുകളാകാൻ പാടില്ല. സകാത്ത് നൽകുന്നവരുമാകണം, സകാത്ത് കൃത്യമായി കണക്ക് കൂട്ടി നൽകുന്നവരാകണം. പള്ളി കമ്മിറ്റി, സകാത്ത് കമ്മിറ്റി ഉണ്ട്. ആ സകാത്ത് കമ്മിറ്റിയിൽ കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നു, നമുക്ക് സകാത്ത് കളക്ഷൻ കമ്മിറ്റി മുഖാന്തരം എടുക്കണം, അങ്ങനെ സംഭരിക്കണം. എന്നിട്ടോ കമ്മിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് സകാത്ത് നൽകുന്നു. അപ്പൊ എന്താണ് അതിന്റെ സ്ഥിതി? അവരുടെ തീരുമാനങ്ങൾക്ക് തന്നെ വിരുദ്ധമായി നിൽക്കുന്ന അവസ്ഥ. നൽകുന്ന ആളുകൾ തന്നെ ഒരു പക്ഷേ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ ക്വാളിറ്റികളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നവരാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നാടുകളുടെ കൂട്ടത്തിൽ പള്ളികളാണ്. നാട്ടിൽ, ഭൂലോകത്ത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് പള്ളികളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വെറുതെ ഇരുന്നാൽ പോലും പ്രതിഫലം കിട്ടുന്ന സ്ഥലം, വെറുതെ ഇരുന്നാൽ പോലും പ്രതിഫലം കിട്ടുന്ന സ്ഥലം, വെറുതെ ഇരുന്നാൽ പോലും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സ്ഥലം. നോക്കൂ നിങ്ങൾ, വൽ മലായികത്തു യുസല്ലൂന അലാ അഹദികും മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ യുസല്ല. ഒരാൾ നമസ്കരിച്ച ആ നമസ്കാര സ്ഥലത്ത് അഥവാ പള്ളിയിൽ ഒരാൾ ഇരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞു, പള്ളിയാണ്, പടച്ചോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ അവിടെ വെച്ചുകൊണ്ട് അതാ മലായികത്തുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുമ്മ റഹംഹു, പടച്ചോനെ ഇവനെ നീ റഹ്മത്ത് ചൊരിയണമേ. അല്ലാഹുമ്മ ഗഫിർ ലഹു, പടച്ചോനെ ഇവനെ നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ നീ അവന് പശ്ചാത്താപ പാപമോചനം നൽകണമേ എന്ന് പ്രവാചകൻ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇരുന്നാൽ, വെറുതെ ഇരുന്നാൽ പോലും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു സ്ഥലം ഭൂലോകത്ത് പള്ളി മാത്രമാണ്. അതതിന്റെ പവിത്രതയെയും പരിശുദ്ധിയെയുമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുപോലെ മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ. പള്ളിയിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആളുകൾ, ആ പള്ളിയിലേക്ക് പോവുകയും വരികയും ചെയ്യുമ്പോഴൊക്കെ 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് വേണ്ടിയും അതുപോലെ പള്ളിയിലുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും പള്ളിയുമായി അവൻ ബന്ധപ്പെടാൻ വേണ്ടി പോവുകയും വരികയും ചെയ്യുമ്പോഴൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ, അല്ലാഹു സ്വർഗ്ഗത്തിൽ അവന് ഒരു വിരുന്ന് ഒരുക്കി വെച്ചിരിക്കും. ഓരോ പോക്കിനും, ഓരോ വരവിനും, ഓരോ ജമാഅത്തിന് പോകുന്നതിനും, ഓരോ മടങ്ങി വരുവിനും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അല്ലാഹു വിരുന്ന് ഒരുക്കി വെച്ചിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ നമുക്കറിയാവുന്നത് പോലെ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ എണ്ണിപ്പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പ്രവാചകൻ പറയുന്നത് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദി, പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലുമുണ്ട്, നമ്മുടെ മഹല്ലിലുമുണ്ട് അങ്ങനെയുള്ള ആളുകൾ, പള്ളിയുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പോരായ്മകൾ എന്തെന്ന് നോക്കിക്കൊണ്ട് അതെങ്ങനെ പരിഹരിക്കണം എന്ന് നോക്കിക്കൊണ്ട് ആ ചിന്തയുമായിട്ടുള്ള ആളുകൾ, അത് ഉത്തരവാദപ്പെട്ട ആളുകളും അല്ലാത്തവരുമായ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. ഒരു പള്ളിയോ അല്ലെങ്കിൽ ഭാഗികമായി നമ്മാൽ കഴിയുന്ന രൂപത്തിൽ അതിന്റെ പങ്കാളികളോ ആയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ അവൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുമെന്നാണ്. അതുപോലെ ഇന്നമാ ഉമ്മാറുൽ മസാജിദി ഹും അഹ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കുന്ന ആളുകൾ അവർ അള്ളാന്റെ ആൾക്കാരാണ്. നാം നേരത്തെ പറഞ്ഞ ക്വാളിറ്റിയോട് കൂടി ആ പള്ളി പരിപാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് നൽകിയ പരിഗണന അവർ നമ്മുടെ ആളുകളാ, അഥവാ അള്ളാഹുവിന്റെ ആളുകളാണ് എന്ന പരിഗണന അല്ലാഹു സുബ്ഹാനഹു വ തആല
പള്ളി പരിപാലകരായ ആളുകൾക്ക് പ്രത്യേകമായി നൽകുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ഏറ്റവും പരിശുദ്ധമായ പവിത്രമായ ഈ രൂപത്തിൽ ഒരുപാട് ഞാൻ വെറുതെ ഇരുന്നാൽ പോലും പ്രതിഫലം ലഭിക്കുന്ന, അർശിന്റെ തണൽ ലഭിക്കുന്ന, സ്വർഗത്തിൽ എനിക്കൊരു സൽക്കാരം ലഭിക്കുന്ന, അള്ളാഹുവിന്റെ വിരുന്ന് ലഭിക്കുന്ന സ്ഥലമാണ് പള്ളി എന്ന ആ പള്ളിയോടുള്ള മഹത്വം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അങ്ങനൊക്കെ ഒരു മനുഷ്യനെ ആലോചിക്കുമ്പോ ഈ പള്ളിയിലേക്ക് കയറി വരുമ്പോഴോ ഇറങ്ങി വരുമ്പോഴോ ഇവിടെ കാണുന്ന ബക്കറ്റിലും ആ പെട്ടിയിലും ഒന്നും 10 പൈസ ഇടാതെ പോവില്ല. ഈ പള്ളി ഇത്രമാത്രം പരിശുദ്ധമാണ്, പവിത്രമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കാതിരിക്കൂല. കാരണം ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് നമ്മുടെ പല രൂപത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപക്ഷെ പങ്കെടുക്കുന്ന സമയത്ത്, പങ്കാളികളാകുന്ന സമയത്ത് 10,000, 5,000, 1000, കുറച്ച് 100, അതിലും കുറഞ്ഞത് വരട്ടെ, കുറഞ്ഞ റെസീറ്റ് വരട്ടെ എന്ന് പറഞ്ഞ് തെരിയുന്ന ആളുകൾ ഒരുപക്ഷെ പുറത്തേക്ക് ഇറങ്ങി മാർക്കറ്റിൽ പോകും. ഇവിടെ മത്തിയുണ്ട്, അവിടെ അയലുണ്ട്, അവിടെ അയക്കോറുണ്ട്, അവിടെ ആഗോലിയുണ്ട്. ചെറിയെന്ന് വില ചോദിച്ചിട്ട് പിന്നെ ഓന് ഏറ്റവും വില കൂടിയ 600, 700 ഉള്ള അയക്കൂറേക്ക് ആഗോലിക്ക് അങ്ങോട്ടാണ് നീങ്ങുന്നത്. എന്നാൽ പള്ളിന്റെ പിരിവോ മതത്തിന്റെ പിരിവോ വരുമ്പോ മോളിന് താഴോട്ടാ. നമ്മുടെ ഈമാൻ ഈ വിഷയത്തിൽ ഇത്രയുണ്ട് എന്നത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ്. ഇനി സാധാരണഗതിയിൽ പള്ളി എന്ന് പറയുന്നത്, നമ്മൾ അറബിയിൽ മസ്ജിദ് എന്നതിന് പള്ളി എന്നാണ് മലയാളത്തിൽ നമ്മൾ അതിനർത്ഥം പറയാറുള്ളത്. മസ്ജിദ് എന്നതിന്റെ അർത്ഥം പള്ളി എന്നല്ല. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. പള്ളി എന്ന മലയാളത്തിലെ ആ പദത്തിന്റെ അർത്ഥം ഏറ്റവും ബഹുമാന്യമായത്, ഉത്തമമായത് എന്നൊക്കെയാണ് ആ പദത്തിന്റെ മലയാളത്തിലുള്ള അർത്ഥം. അതുകൊണ്ടാണ് മലയാള പ്രയോഗങ്ങളിൽ രാജാക്കന്മാരെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഉറക്കത്തിന് പറയുക പള്ളി ഉറക്കം എന്നാണ്. രാജാക്കന്മാരെ ഉറക്കത്തിന് പറയാറ്, ഭാഷയിൽ പറയാറ് പള്ളിയുറക്കം എന്നാണ്. അതുപോലെ അവരുടെ ബെഡ്റൂമിന് പറയാറുള്ളത് പള്ളിയറ എന്നാണ്. അവർ യാത്ര ചെയ്യുന്ന വള്ളം, തോണിക്ക് പറയാറുള്ളത് പള്ളിയോടം എന്നൊക്കെയാണ്. അഥവാ പരിശുദ്ധമായ രാജാക്കന്മാരാകുമ്പോ അത്രയും വലിയ പുണ്യമായ, പവിത്രമായ എന്ന അർത്ഥത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന മലയാളത്തിലുള്ള പദമാണ് പള്ളി എന്നത്. നമ്മൾ മസ്ജിദിന് മലയാളത്തിൽ പള്ളി എന്നാണ് പറയാറുള്ളത് എന്ന് മാത്രം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വീടിനേക്കാളും, നമ്മുടെ മറ്റ് സൗകര്യങ്ങളെക്കാളും, നമ്മുടെ മറ്റെല്ലാ സമ്പത്തിനേക്കാളും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള സ്ഥലം പള്ളിയാവണം. നമുക്ക് ഏറ്റവും ബന്ധമുള്ള സ്ഥലം പള്ളിയാവണം. നമ്മുടെ വീട് എത്രമാത്രം സുന്ദരമായിരിക്കാനും, അവിടെ മാറാലകൾ ഉണ്ടാവാതിരിക്കാനും, അവിടെ ക്ലീൻ ചെയ്യാനും, ബാക്കി കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ തന്നെ അത് നന്നാക്കാനുമെല്ലാം എത്ര താല്പര്യം നമുക്കുണ്ടോ, അതിനേക്കാൾ അധികമായി ഒന്നാമത്തെ താല്പര്യം ഈ വിഷയത്തിൽ വിശ്വാസികളാണെങ്കിൽ നമുക്കുണ്ടാവേണ്ടത് പള്ളിയും പള്ളിയുടെ സൗകര്യങ്ങളും അതിന്റെ വരുമാനങ്ങളും അതിന്റെ കാര്യങ്ങളും ഉണ്ടാക്കാനാണ് ഒന്നാമത്തെ താല്പര്യം അവനുണ്ടാകേണ്ടത്. അവന്റെ വീടുണ്ടാക്കുന്നതിന് മുമ്പ്, ഞാൻ ശേഷം പറയാം, വീടുണ്ടാക്കുന്നതിന് മുമ്പ്, അതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മുമ്പ് അവന് ആദ്യം താല്പര്യമുണ്ടാകേണ്ടത് എന്റെ മഹല്ലിലെ പള്ളി അത് ഏറ്റവും ഭംഗിയുള്ളതാകണം, ഏറ്റവും വിശാലമുള്ളതാകണം, ഏറ്റവും സുന്ദരമാകണം, ഏറ്റവും നല്ല രൂപത്തിലുള്ളതാകണം. അത് എപ്പോഴും നല്ല രൂപത്തിലുള്ള കെടാവിളക്കുകളായി എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്നതാകണം എന്നതാണ് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസിനികൾക്കുണ്ടാവേണ്ടുന്ന ബന്ധം. അഥവാ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ബന്ധം എന്റെ പള്ളിയുമായിട്ടാണ്, എന്റെ മസ്ജിദുമായിട്ടാണ് എന്ന ബന്ധം. കാരണം അതിന്റെ പവിത്രതയെ സൂചിപ്പിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം പള്ളിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഭൗതിക കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ, എന്റെ മോൻ അവിടെയാണ്, ഗൾഫിലാണ്, അവൻ പൈസ അയച്ചു തരാറുണ്ട്, അല്ല എന്റെ ബിസിനസ് അങ്ങനെയാണ്, അത് കുറച്ച് മോശമാണ്, അതുപോലെ ഭൗതികമായ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനുള്ള സ്ഥലമല്ല പള്ളി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാനും പാടില്ല. മറിച്ച് ആരാധനാപരമായ അത്തരത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പള്ളിയിൽ ചർച്ച ചെയ്യേണ്ടത്. തെളിവായിക്കൊണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സമിയ റജുലൻ യൻശുദു ളാല്ലതൻ ഫിൽ മസ്ജിദ്, കളഞ്ഞുപോയ ഒരു വസ്തു, എവിടുന്നോ കളഞ്ഞുപോയ ഒരു വസ്തു, നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തു പള്ളിയിൽ വന്നിട്ട് അവിടെ വെച്ച് അന്വേഷിക്കുന്നത് കണ്ടാൽ ഫലിയഖുൽ ലാ റദ്ദല്ലാഹു അലൈക,
എനിക്കത് കിട്ടാതിരിക്കട്ടെ എന്ന് പറയണം. ഒരാൾ കളഞ്ഞുപോയ വസ്തു പള്ളിയിൽ വന്നിട്ട് അത് ചോദിച്ചിങ്ങനെ നടക്കുകയാണെങ്കിൽ, പരതി നടക്കുകയാണെങ്കിൽ ലാ റദ്ദല്ലാഹു ഇലൈക്, നിനക്കത് കിട്ടാതിരിക്കട്ടെ. എന്നിട്ട് പ്രവാചകൻ അതിന് കാരണം പറഞ്ഞത് ഫൈനൽ മസാജിദ ലം തുബ്ന ലിഹാദാ, പള്ളി ഉണ്ടാക്കിയത് അതിനല്ലാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഭൗതിക കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അന്വേഷിക്കാനുള്ളതല്ല പള്ളി. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനും കണ്ടെത്താനും തീരുമാനമെടുക്കാനുമുള്ളതല്ല പള്ളി എന്നതുകൊണ്ടാണ് നിനക്കത് തിരിച്ചു കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പറഞ്ഞത്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഇദാ റഅയ്തും മൻ യബിഉ യുബ്താ ഫിൽ മസ്ജിദി, ഒരാൾ പള്ളിയിൽ വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുന്നു, അല്ലെ വാങ്ങുന്നു, ഒരു സാധനം വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നു പള്ളിയിൽ വെച്ചുകൊണ്ട്, അയാൾ ഭൗതികമായ കാര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഫഖൂലു, നിങ്ങൾ പറയുക, ലാ അർബഹല്ലാഹു തിജാറതക്, നിന്റെ കച്ചവടത്തിൽ ഒരു ലാഭം ഉണ്ടാകാതിരിക്കട്ടെ, നിന്റെ കച്ചവടം ലാഭകരമാവാതിരിക്കട്ടെ. അതിനും പ്രവാചകൻ പറഞ്ഞത് പള്ളി നിർമ്മിച്ചത് അതിനല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോ പള്ളിയുടെ പവിത്രതയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, മൻ അക്കലൽ ബസ്വല വസ്സൂമ വൽ ഖുറാസ ഫലാ യഖറബന മസ്ജിദനാ, നിങ്ങളിൽ ആരെങ്കിലും ഉള്ളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ സവാള, ഇങ്ങനെ എന്തെങ്കിലും ഉള്ളിയുടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഹലാലായ ഭക്ഷണമാണ്, പക്ഷേ ആ ഉള്ളി തിന്നിട്ടാണ് എങ്കിൽ ഫലാ യഖറബന മസ്ജിദനാ, നിങ്ങൾ ആ ഉള്ളി തിന്നതിന്റെ ഉടനെ അത് വൃത്തിയാക്കാതെ ആ വായിൽ നിന്നുള്ള ആ നാറ്റം ഇല്ലാത്ത അത് അവസാനിപ്പിക്കാതെ നിങ്ങൾ പള്ളിക്ക് വരാൻ പാടില്ല കേട്ടോ. കാരണം എന്താ പ്രവാചകൻ പറഞ്ഞത്, ഫൈനൽ മലായികത തതഅസ്സാ മിമ്മാ യതഅസ്സാ മിൻഹു ബനു ആദം, ആദം സന്തതികൾക്ക് വെറുപ്പുണ്ടാകുന്ന രൂപത്തിലുള്ള വാസനകൾ മലായികത്തുകൾക്കും വെറുപ്പുള്ളതാണ്. അതുകൊണ്ട് ഉള്ളി ഇന്നിട്ട് ഒരാൾ പള്ളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹറാമായ കാര്യമൊന്നുമല്ല ഉള്ളി എന്നുള്ളത്, പല രോഗങ്ങൾക്കും അസുഖത്തിനും പരിഹാരവുമാണത്. പക്ഷേ ഉള്ളി ജമാഅത്തിനോ പള്ളിക്കോ വരുമ്പോ അതൊരു ആളുകൾക്ക് ദുസ്സഹമായ ഒരു സ്മെല്ലാണ്. ആ സ്മെല്ലുണ്ടാകുന്ന രൂപത്തിൽ വരെ നിങ്ങൾ പള്ളിക്ക് വരാൻ പാടില്ല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് ആ പള്ളിയുടെ പരിശുദ്ധതയെ നമുക്ക് മനസ്സിലാക്കി. അപ്പോ ഈ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മഹല്ലിലും പള്ളികൾക്ക് നാം വകവെച്ചു കൊടുക്കുകയും അങ്ങനെ തന്നെ നമ്മൾ കാണുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ പള്ളിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഇന്ന അവ്വല ബൈത്തിൻ വുദിയ ലിന്നാസ് ലില്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ, ലോകത്ത് അല്ലാഹു ആദ്യമായി പള്ളിയെ കുറിച്ച് പറയുന്നത് ബക്കയിലുള്ള പള്ളി, അത് അനുഗ്രഹീതമാണ്, വഹുദൻ ലിൽ ആലമീൻ, ലോകർക്ക് അതിൽ നിന്ന് സന്മാർഗം ലഭ്യവുമാണ് എന്നാണ്. അനുഗ്രഹീതമായിരിക്കണം, ആ പള്ളിയിൽ നിന്ന് ഹിദായത്ത് സന്മാർഗം ലഭിക്കുന്നതുമാകണം. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നു, വൈദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനിൽ ബൈത്തി അല്ലാ തുശ്രിക ബി ശൈഅ, ഇബ്രാഹിം നബിക്ക് കഅബാലയത്തിന്റെ ആ ഭവനത്തിന്റെ അടിത്തറ നാം കാണിച്ചു കൊടുത്തു, എന്നിട്ട് ആ പള്ളി നിർമ്മിക്കാൻ നിർദ്ദേശം നൽകി. എന്നിട്ട് ആദ്യം എന്തിനു വേണ്ടിയാണ് പള്ളി? അല്ലാ തുശ്രിക ബി ശൈഅ, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ, ശിർക്കുണ്ടാവാതിരിക്കാൻ, തൗഹീദോട് കൂടി അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ വളർന്നു വരാൻ, അതിനാണ് ഒന്നാമത്തെ പള്ളി. ഇന്നത്തെ ഞാൻ ആ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നില്ല. സർവ്വ മൗലീദുകളും സർവ്വ ഖുതുബിയ്യത്തുകളും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളും ഇസ്തിഗാസകളും തവസ്സുലുകളും നടക്കുന്നത് ഇന്ന് പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ പള്ളികളിൽ വെച്ചുകൊണ്ടാണ്. എന്നാൽ പള്ളിയുടെ ലക്ഷ്യമായി ഒന്നാമതായി അള്ളാഹ് പറഞ്ഞത് ശിർക്കില്ലാത്ത തൗഹീദ് ഉൾക്കൊള്ളുന്ന അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് പള്ളിയുടെ ലക്ഷ്യം എന്നാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നീ ശുദ്ധമാക്കി വെക്കണം പള്ളി. ആ പള്ളി വൃത്തിയാക്കി ശുദ്ധിയാക്കി വെക്കണം. അത് തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, അവിടെ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക്, റുക്കൂഅ് ചെയ്യുന്ന ആളുകൾക്ക്, സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക്, അഥവാ നമസ്കരിക്കുന്ന ആളുകൾക്കും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കുമെല്ലാം ആ പള്ളി വൃത്തിയാക്കി വെക്കണം. അത് ലോകത്ത് ഏതൊക്കെ പള്ളികളുണ്ടോ ആ പള്ളികൾക്കൊക്കെ ബാധകമാണ്. എന്നാ പള്ളിയിൽ നോക്കുകയാണെങ്കിൽ പള്ളിയിൽ വന്നിട്ട് ഒരു 3 ക്ലോക്ക് ഉണ്ട് എങ്കിൽ ചിലപ്പോൾ 3 നടക്കാത്തായിരിക്കും. 3 ഏതൊക്കെയോ സമയങ്ങളായിരിക്കും. അഥവാ ഒരു ക്ലോക്കിലെ ഒരു ബാറ്ററി തീർന്നിട്ടുണ്ടെങ്കിൽ വരെ അത് ഭംഗിയാക്കി വെക്കണം. ഏതെങ്കിലും മൂലകളിലോ മാറാലകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എങ്കിൽ വൃത്തിയാക്കി വെക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളി എന്ന് പറയുന്നത് ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ പള്ളി നിർമ്മിക്കണം. മസാജിദ ഫിദ്ദുവർ വഅൻ തുനല്ലഫ വതുഖയ്യഫ, ഉണ്ടാക്കിയാൽ മാത്രം പോരാ,
അവിടെ ഹൗസിലിരുന്ന് നിൽക്കുന്ന കുട്ടികളുണ്ടോ? അല്ലല്ലോ. എന്തെങ്കിലും ബാക്കിയുള്ളവർ നടത്തിയിരുന്നിട്ടാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് പോരാ. ആ പള്ളി വളരെ വൃത്തിയാക്കി വെക്കണം. പോരാ, സുഗന്ധങ്ങൾ പൂശുകയും വേണം പള്ളിയിൽ. ആളുകൾക്ക് നല്ല സ്മെല്ലുണ്ടാകുന്ന സുഗന്ധങ്ങൾ കൂടി പൂശുന്നതാകണം പള്ളി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോ പള്ളി, ഒന്നാമത്തെ പള്ളിയും അതുപോലെ തന്നെ മറ്റു ലോകത്തുള്ള എല്ലാ പള്ളികളും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും അവനോട് പ്രാർത്ഥിക്കുവാനും വേണ്ടിയുള്ളതാണ്. അതിന് വളരെ പരിശുദ്ധമായ രൂപത്തിൽ, പവിത്രമായ രൂപത്തിൽ, ശുദ്ധിയോടുകൂടി, വൃത്തിയോടുകൂടി ജനങ്ങൾക്ക് ഏത് രൂപത്തിലും വന്ന് കയറാനും ബന്ധപ്പെടാനും തോന്നുന്ന വിധത്തിലാവണം എന്നത് നാം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല പള്ളികളോടുള്ള പവിത്രത പാലിച്ചിട്ടുള്ളത്. ജാഹിലിയ്യത്തിലെ അറബികൾ വരെ, ഇസ്ലാമിന്റെ ശത്രുക്കൾ വരെ പള്ളിയോട് അഥവാ കഅബയോട് ഏറെ ബഹുമാനം പ്രകടിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 35-ാമത്തെ വയസ്സിലാണ്, അഥവാ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പാണ്, ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് കഅബാലയത്തിന്റെ ചുമരുകൾക്കെല്ലാം തകരാറുകൾ സംഭവിക്കുകയും എന്നിട്ട് അത് പുതുക്കിപ്പണിയാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചു. ആ പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചപ്പോ ഉമയ്യത്ത് ഒരു അഭിപ്രായം പറഞ്ഞു. ആരാണ് ഉമയ്യത്ത്? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ആ മണൽത്തിട്ടയിലൂടെ കഴുത്തിൽ കയറിട്ട് കളിക്കാൻ വലിച്ചഴക്കാൻ കുട്ടികളോട് നിർദ്ദേശിക്കുകയും ചെയ്ത ക്രൂരനായ ഉമയ്യത്ത്. ആ ഉമയ്യത്ത് ഒരു അഭിപ്രായം പറഞ്ഞത്, അയ്യുഹന്നാസ് ലാ തദ്ഖുലൂ ഫീ കസ്ബികും ഹാദാ ഫീ ബിനായികും ഇല്ലാ ഹലാലൻ ത്വയ്യിബൻ ലാ മാല റിബാ വലാ ബഗ്യ വലാ മദ്ലമതൻ അഹദുൻ മിനന്നാസ്. ജനങ്ങളെ, ഇതൊരു പരിശുദ്ധ ഭവനമാണ്. ഈ കഅബാലയം ഉണ്ടാക്കാൻ നമ്മൾ എടുക്കുന്ന കാശില്ലേ, അത് ഹലാലായതായിരിക്കണം. അനുവദനീയമായ പരിശുദ്ധമായ കാശേ നിങ്ങൾ എന്തിനു എടുക്കാൻ പാടുള്ളൂ. മുസ്ലിം അല്ല ഉമയ്യത്ത്. ആ ഉമയ്യത്ത് പറയാണ്, പരിശുദ്ധമായ നല്ല കാശേ പള്ളിക്കെടുക്കാൻ പാടുള്ളൂ. റിബ, പലിശന്റെ കാശിനെടുക്കാൻ പാടില്ല. വ്യഭിചരിച്ചിട്ട് ലഭിച്ചിട്ടുള്ള വരുമാനം അതിനെടുക്കാൻ പാടില്ല. ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുണ്ടാക്കിയ പൈസ എടുക്കാൻ പാടില്ല. അപ്പൊ എന്തിനാ? പള്ളി വളരെ പരിശുദ്ധമായ ഭവനമാകണം. അതിലേക്ക് എത്തിപ്പെടുന്ന സമ്പത്ത് പോലും അത്തരത്തിലുള്ള പരിശുദ്ധമായ സമ്പത്താകണം എന്നതുകൊണ്ടാണ് ഉമയ്യത്ത് പോലും, മുശ്രിക്കായ ഉമയ്യത്ത് പോലും ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് അവർ അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ കഅബാലയം ഉണ്ടാക്കാൻ ഓലെന്നെ ശ്രമദാനം നടത്തിയതാ. ശ്രമദാനം നടത്തിയിട്ട് മലയുടെ മുകളിൽ പോയി കല്ല് കയറിക്കൊണ്ടുവരും. അവർ ഉടുത്ത തുണി തന്നെയാണ് തോള് തെരികയായി വെച്ചിരുന്നത്. ഉടുത്ത തുണി ഉരിയിട്ട് തെരികയായി വെച്ചു. കഅബാലയത്തിന്റെ അടുത്തേക്ക് വരുമ്പോ ആ തെരികയും മാറ്റി വെച്ചു. കാരണം ഞങ്ങൾ പോക്കിൽ തരം കാണിക്കാനും വീമ്പ് പറയാനും ഉപയോഗിച്ച തുണിയാണിത്. ഈ കഅബാലയത്തിന്റെ അടുക്കലേക്ക് ഈ വസ്ത്രമായിട്ട് പോകാൻ പറ്റൂല. എന്നിട്ട് അതും കൂടി അവിടെ മാറ്റി വെച്ചിട്ടാണ് ഒരു കല്ല് കൊണ്ടുവരുന്നത്. ചരിത്രത്തിൽ പറയുന്നത് സീറത്തുൻ നബവിയ്യ, ഇബ്നു ഹിശാമിന്റെ സീറത്തുൻ നബവിയ്യയിൽ ഈ കാര്യം വിശദീകരിക്കാൻ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ കഅബാലയത്തിൽ ഇപ്പം നമുക്കറിയാം ഒരു വാതിലേ ഉള്ളൂ. അന്ന് 2 വാതിലുകൾ ഉണ്ടായിരുന്നു. ആ നോക്കുന്ന സമയത്ത് 2 വാതിൽ വെക്കാൻ കാശ് തികയുന്നില്ല. ഈ പറഞ്ഞ രൂപത്തിലുള്ള കാശ് തികയുന്നില്ല. എന്നാ നമുക്ക് ഒരു വാതിൽ മതി. ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ആ ഒറ്റ വാതിലിൽ നിർത്തി. അതുപോലെ തന്നെ കഅബാലയം ഇന്ന് കാണുന്ന രൂപത്തിൽ കുറെ ഭാഗം ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഭാഗം ഇങ്ങനെ തുറന്നു നിൽക്കുന്നുണ്ട്. എന്തിയാ തുറന്നു നിൽക്കാൻ കാരണം? അത് തുറന്നു നിൽക്കാൻ കാരണം ഈ ഹലാലായ ത്വയ്യിബായ പൈസ കൊണ്ട് അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അവർ തീരുമാനിച്ചു ബാക്കി അവിടെ തന്നെ കിടക്കട്ടെ. അത് മക്കയുടെ ഭാഗം തന്നെ, കഅബയുടെ ഭാഗം തന്നെയാണ്. അവിടെ നിന്ന് നമസ്കരിച്ചാലും കഅബയിൽ നമസ്കരിച്ചതിന്റെ പ്രതിഫലം ലഭിക്കുന്നതുമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശുദ്ധമായ ചിന്തകളായിരുന്നു അവർക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യമായും കൽപ്പിക്കുന്നത് പള്ളികൾ ഉണ്ടാക്കണം എന്നാണ്. കഅബാലയത്തിന്റെ ഒരുപാട് തവണ പുനർനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. അത് മലക്കുകളാണ് ആദ്യം ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. പിന്നീട് അതിനുശേഷം പല ചരിത്രങ്ങളിലും ആദം അലൈഹിസ്സലാത്തു വസ്സലാമും അത് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഖുർആൻ എടുത്തു പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ഇങ്ങനെ ഒരുപാട് തവണകളിൽ ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഹിജ്റ പോയി. മക്കയിലിരിക്കുന്ന സമയത്ത് പ്രവാചകന് വേറൊരു പള്ളിയുടെ ആവശ്യമില്ല, ഉണ്ടാക്കാൻ അവിടെ സൗകര്യപ്രദമായ അവസ്ഥയുമില്ല. അതുകൊണ്ട് ആ പള്ളി തന്നെ പ്രവാചകൻ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത്. മദീനയിലെത്തി. അങ്ങനെ മദീനയിലെത്തിയ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എത്തിയത് ഖുബായിലാണ്. ഖുബാ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 4 ദിവസേ പ്രവാചകൻ നിന്നിട്ടുള്ളൂ. 4 ദിവസേ പ്രവാചകൻ നിന്നിട്ടുള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് ഒരു പള്ളി ഉണ്ടാക്കി. അപ്പൊ ആദ്യം ഉണ്ടാക്കേണ്ടത് പള്ളിയാണ്. ഒരു മുസ്ലിം അവന്റെ വീടുണ്ടാക്കുന്നതിന് മുമ്പ് അവന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന അവസ്ഥ അതൊക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ടുണ്ടാവേണ്ടത് പള്ളിയാണ്. 4 ദിവസം നിന്ന സ്ഥലത്ത് പ്രവാചകൻ ഖുബാ എന്ന മസ്ജിദ് ഉണ്ടാക്കി. പ്രവാചകൻ ആഴ്ചയിൽ ആ ഖുബാ പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. മദീനത്തെ പള്ളിയിൽ നിന്ന് പ്രവാചകൻ പറഞ്ഞു, അവിടെ ചെന്ന് നിങ്ങൾ 2 റക്അത്ത് നമസ്കരിച്ചാൽ അതിന് ഭാരിച്ച പ്രതിഫലം, ഉംറ ചെയ്തതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് അബൂ അയ്യൂബിൽ അൻസാരിയുടെ വീട്ടിന്റെ മുറ്റത്ത് ഒട്ടകം മുട്ടുകുത്തിയപ്പോ അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നോക്കുമ്പോ ആ പള്ളിയുടെ മുതൽ സഹീർ സുഹൈൽ എന്ന് പറയുന്ന 2 അനാഥ കുട്ടികളുടേതാണ്. പ്രവാചകൻ അത് വിലക്ക് ചോദിച്ചു. ആ വിലക്ക് വാങ്ങിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ പള്ളി നിർമ്മിക്കുന്നത്. അവരാദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് വില വേണ്ട, പർച്ചോന്നത്തിനുള്ള കൂലി തന്നെ മതി എന്ന് പറയുന്ന ഹദീസുകളും നമുക്ക് കാണാവുന്നതാണ്. ഏതായിരുന്നാലും പള്ളി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലവും എല്ലാം പവിത്രമാകണം എന്നാണ് ഈ സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ അവർ സമാധാനം തുടങ്ങി. അവരുടെ വീടുകളിൽ തന്നെയുള്ള അൻസാറുകളായ ആളുകളുടെ വീടുകളിൽ നിന്നുള്ള ഓലയും മട്ടലും അതുപോലെയുള്ള, അന്ന് അങ്ങനെയാണല്ലോ പള്ളി, കൊണ്ടുവന്ന് അവർ ഉണ്ടാക്കി. പക്ഷേ ഓല തികയുന്നില്ല. അവരുദ്ദേശിച്ച സ്ഥലത്ത് മുഴുവനും പൂർത്തീകരിക്കാൻ വേണ്ടി ഓല തികയുന്നില്ല. കുറെ ഭാഗം ഒഴിച്ചിട്ടു. അങ്ങനെ ഒഴിച്ചിട്ട ഭാഗത്ത് നിസ്കാരം തുടങ്ങി. ഒഴിച്ചിട്ട ഭാഗത്താണ് നിസ്കാരം തുടങ്ങിയത്. ഈ ഓലോട് മേഞ്ഞ സ്ഥലത്ത് വീടും കുടിയൊന്നും ഇല്ലാത്ത ആളുകളുണ്ട്. അവരാശയും മത്താണിയും ഇല്ലാത്ത ആളുകൾ. അവർ കിടന്നുറങ്ങാനും ദീൻ പഠിക്കാനുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ ആ സ്ഥലം അഥവാ മേൽക്കൂര വെച്ച് പന്തല് പോലെ കെട്ടിയ ആ സ്ഥലത്ത് ഈ ആളുകൾ നിന്നു. നോക്കൂ നിങ്ങൾ, ഇത്രയും പാവപ്പെട്ട ദരിദ്രരായ ആളുകൾ അവിടെ പള്ളികളാണ് അവരാൽ കഴിയുന്ന രൂപത്തിൽ സുന്ദരമായിട്ടുണ്ടാക്കുന്നത്. ഇങ്ങനെയുണ്ടാക്കിയ ആ സ്ഥലത്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വിളഞ്ഞ് പന്തലിച്ചിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയ ആ സ്ഥലത്താണ് പിശാചിന് സ്വാധീനമുണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയുള്ള സ്ഥലത്താണ് ദജ്ജാൽ ലോകം മുഴുവനും കീഴടക്കുന്ന സ്ഥലത്തും ഈ മദീനയിലേക്ക് ചവിട്ടാൻ ദജ്ജാലിന് പോലും കഴിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആ സ്ഥലത്താണ് ഈമാൻ ചുരുങ്ങി ആ മദീനയിലേക്ക് എത്തും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോ പള്ളികളുമായിട്ടുള്ള ചരിത്രം എന്ന് പറഞ്ഞത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വലിയ ഒരു കാര്യമാണ്. അതുമായി ബന്ധപ്പെടുന്ന ആളുകളെ കുറിച്ച് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇദാ റഅയ്തുമുർ റജുല യൽതാദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ, പള്ളിയുമായി ശ്രദ്ധിച്ച് അതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ച് നടക്കുന്ന ഒരാളെ കണ്ടാൽ ഓൻ ഈമാനുണ്ട് നിങ്ങൾ ഉറപ്പിച്ചോളി. നിങ്ങൾ വേറെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പള്ളിയുമായി നിരന്തരം ബന്ധപ്പെടുന്ന, അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾ അവരെ ചൂഴ്ന്നെടുത്തുകൊണ്ട് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല. ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. ഓർക്ക് ഈമാൻ ഉണ്ടാകുന്നു വിചാരിച്ചോളി. ആ ഈമാൻ ഉള്ളത് കൊണ്ടാണ് അവർ ആ പള്ളിയുമായി നിരന്തര ബന്ധം പുലർത്തുന്നത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. അതുപോലെ മുനാഫിഖുകൾ ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാർ എന്ന പള്ളിയെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ, ലാ തഖും ഫീഹി അബദൻ, നീ ഒരിക്കലും അതിൽ നമസ്കരിക്കരുത്. ലമസ്ജിദുൻ നുസ്സിസ അലാ തഖ്വ മിൻ അവ്വലി യൗമിൻ, ആദ്യ ദിനം തന്നെ തഖ്വയിൽ ഉണ്ടാക്കിയ പള്ളിയിലാണ് നിനക്ക് നമസ്കരിക്കാൻ ഏറ്റവും നല്ലത്. അൻ തഖൂമ ഫീഹി റിജാലുൻ, അവിടെ കുറെ മനുഷ്യന്മാരുണ്ട്. അപ്പോ പള്ളി പരിപാലകരായ ഭരണാധികാരികളായ ആളുകൾ മാത്രമല്ല, ഫീഹി റിജാലുൻ, ആ പള്ളിയിൽ കുറെ ആൾക്കാരുണ്ട്, അഥവാ മഹല്ലിൽ കുറെ ആളുകളുണ്ട്. ഈ മഹല്ലിൽ മെമ്പർഷിപ്പ് ഉള്ള അംഗങ്ങളായ ആളുകളുണ്ട്. പരിശുദ്ധവാന്മാരാകാൻ അവർ ആഗ്രഹിക്കുന്നു, നല്ലവരാകാനാണ് അവർ കൊതിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് മഹല്ലിൽ ഉണ്ടാവേണ്ടത്. വല്ലാഹു യുഹിബ്ബുൽ മുതതഹിരീൻ, അങ്ങനെ പരിശുദ്ധവാന്മാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തെ, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു
എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം കഴിഞ്ഞു. ആ കാലം കഴിഞ്ഞതിന് ശേഷം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് ആദ്യം ഇസ്ലാമിന്റെ ദഅവത്തുമായി കടന്നു ചെല്ലുന്നത് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അവിടെ ചെന്നിട്ട് ഇന്നും തലയെടുപ്പോടുകൂടി കൈറോ പട്ടണത്തിൽ നിൽക്കുന്ന മസ്ജിദ് അംർ ഇബ്നുൽ ആസ് എന്ന പള്ളി നിർമ്മിക്കുകയാണ് ആദ്യം ചെയ്തത്. അഥവാ 4 മുസ്ലിങ്ങൾ എവിടെയെങ്കിലും കൂടിയാൽ അവിടെ ഒരു പള്ളിയാണ് ആദ്യമായിട്ടുണ്ടാവുക. അതവരുടെ ദഅവത്തിന്റെ കേന്ദ്രമാണ്, സംസ്കാരത്തിന്റെ കേന്ദ്രമാണ്, സാംസ്കാരിക കേന്ദ്രമാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അവർ പള്ളിയാണ് ആദ്യം നിർമ്മിക്കുക. മാലിക് ബിൻ ദീനാറും കൂട്ടരും നമ്മുടെ കേരളക്കരയിൽ വന്നപ്പോ കൊടുങ്ങല്ലൂർ തമ്പുരാന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഞങ്ങൾക്കൊരു പള്ളിക്ക് സ്ഥലം വേണമെന്നായിരുന്നു. ഇതൊക്കെ പള്ളിക്ക് സ്ഥലമല്ല, പള്ളിയും സ്ഥലവും ഞാൻ തരാറുണ്ട്. കൊടുങ്ങല്ലൂർ സുൽത്താൻ തന്നെ സ്ഥലവും കൊടുത്തു, പള്ളി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോ മാലിക് ബിൻ ദീനാറും കൂട്ടരും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോ പ്രായം കുറെ കഴിഞ്ഞിട്ടും കുട്ടികളില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ വേവലാതി എന്താ? എനിക്ക് പടച്ചോനെ എന്റെ കാലശേഷം ഈ കാര്യം ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ലേ എന്ന പേടിയാണ് എനിക്കുള്ളത് എന്നായി പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടു. ആളുണ്ടാവുകയില്ലേ എന്ന വേജാറാണ് എനിക്കുള്ളത് എന്ന്. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കിതാബ് ഓതുകയും അത് പഠിക്കുകയും പഠനം നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് പ്രിയമുള്ളവരെ, പള്ളിയെ കുറിച്ച് നോക്കൂ. നിങ്ങൾ പള്ളിയിൽ നിന്ന് ഒരു ഖുർആൻ എടുക്കുക, പള്ളിയിൽ നിന്ന് 4 അക്ഷരമാർക്കെങ്കിലും പഠിപ്പിക്കുക, നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അങ്ങനെ വന്നാൽ സക്കീനത്ത്, സമാധാനം അവരുടെ മേൽ വർഷിക്കും. അവരുടെ മേൽ റഹ്മത്ത് മൂടിക്കൊണ്ടിരിക്കും. അതുപോലെ മലക്കുകൾ അവരെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സമീപസ്ഥരായ മലക്കുകളോട് അവരെ കുറിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയും ഉത്തമമായ പണിയാണ്, പ്രവർത്തനമാണ് പള്ളിയിൽ വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പള്ളിക്ക് നടക്കുന്ന, ജമാഅത്തിന് വേണ്ടി നടക്കുന്ന വബശ്ശിരിൽ മശായീന ഫിൽ ളുലം ഇലൽ മസാജിദി ബിന്നൂരി താം യൗമൽ ഖിയാമ. പള്ളികളിലേക്ക് ഇങ്ങനെ നടന്നു വരുന്ന ആളുകളില്ലേ, ആ നടന്നു വരുന്ന ആളുകളെ സന്തോഷിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ അടുക്കൽ പ്രകാശങ്ങളൊന്നുമില്ലാതെ ഖുർആൻ പറഞ്ഞ നൂറുഹും യസ്ആ ബൈന ഐദീഹിം, അവരുടെ മുമ്പിലുള്ള പ്രകാശം കൊണ്ട് അവർ ഇങ്ങനെ നടന്നു പോകും എന്ന് പറഞ്ഞ ആ മഹ്ശറ ലോകത്ത് നിങ്ങൾ ഈ നടന്നു വന്നതിന് പകരം ഇരുട്ടേറിയ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശം നിങ്ങളുടെ മുമ്പിലുണ്ടാകും. പള്ളിയിലേക്ക് നടന്നു വരുന്ന ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന, അതുകൊണ്ട് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇജ്അൽ ഖൽബക മസ്ജിദ ലാ തദ്ഉ മഅല്ലാഹി അഹദ. നിങ്ങളുടെ കൽബൊക്കെ മസ്ജിദാക്കണം. നിങ്ങളുടെ കൽബ് ഒരു മസ്ജിദാവട്ടെ, അത്രയും പരിശുദ്ധമാകട്ടെ എന്ന് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. ഇമാം ബുഖാരിയുടെ ചരിത്രത്തിൽ ഒരു സംഭവം കാണാവുന്നതാണ്. പള്ളിയിൽ വെച്ചുകൊണ്ട് അയാൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പഠനം കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയി. ഉസ്താദ് പോകുന്നില്ല, ഇമാം ബുഖാരി പോകുന്നില്ല. അങ്ങനെ കുറെ കഴിഞ്ഞ് കുട്ടിക്ക് സംശയം, ഇയാളെന്താ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരാള് പുറത്ത് പോയതിനു ശേഷം ഇങ്ങനെ എന്താ ഉസ്താദ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയ സമയത്ത് എല്ലാവരും പോയതിനു ശേഷം അവിടെ ഒരു സ്ഥലത്ത് ഒരു മുടി ഉണ്ടായിരുന്നു. ആ മുടി മെല്ലെ പോയി എടുത്തിട്ട് പള്ളിന്റെ പുറത്ത് കൊണ്ടുപോയി വൃത്തിയാക്കുക. അത് ചെയ്യുക എന്ന ആ പുണ്യകർമ്മം വേറെ ആരും അറിയരുത്. ഇന്നത്തെ കുട്ടികളൊക്കെ പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ച് കാത്തിക്കുക. ഇമാം ബുഖാരി ഒരു മുടി, അതുപോലെ ഒരു പൊടി, എന്തെങ്കിലും ഒന്ന് പള്ളിയിൽ നിന്ന് അത് വൃത്തിയാക്കാൻ വേണ്ടി എടുത്തിടുന്നത് വരെ ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സ്പീഡിലാണ് ഈ കാര്യം വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. വിശാലമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന നമ്മുടെ ആത്മീയ ബന്ധം അത് പള്ളിയുമായിട്ടാകണം. ആ പള്ളി ഒരു മഹല്ലിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രൗഢമായ രൂപത്തിലാകണം, ഏറ്റവും നല്ല രൂപത്തിൽ വൃത്തിയിലും ഭംഗിയിലുമാകണം. അതിങ്ങനെ ഓരോ മാസം കഴിയുമ്പോൾ അതിന്റെ ഭാരവാഹികൾ മാസങ്ങനെ ശമ്പളം കൊടുക്കുക. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പള്ളിയിലെ ജീവനക്കാരായ നിങ്ങൾ തെരഞ്ഞെടുപ്പ് മതിട്ടോ, അധികം വേണ്ട, എനിക്ക് വേണ്ടിയിട്ടല്ല. പള്ളിയിലുള്ള ജീവനക്കാരായ ആളുകൾക്ക് മാന്യമായ രൂപത്തിൽ, നമ്മുടെ വീട്ടിലൊക്കെ കഴിയുന്ന രൂപത്തിൽ അവർക്ക് ചെലവ് കഴിയേണ്ടതുണ്ട്. അങ്ങനെ ചെലവ് കഴിയാൻ
ചെയ്യാൻ അവർക്ക് മാന്യമായ രൂപത്തിലുള്ള ശമ്പളം കൊടുക്കണം. അങ്ങനെ ശമ്പളം കൊടുത്ത് അവർക്ക് ആ മാന്യത കീപ്പ് ചെയ്യുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ, നമ്മൾ പ്രാവർത്തികമാക്കാൻ തയ്യാറാവുക. ഇത് മനസ്സിലായാൽ, ഈ കാര്യം മനസ്സിലായാൽ നമ്മുടെ ഓഡിറ്റോറിയം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാകും. ഈ മഹല്ലിലുള്ള ഈ ഖുത്ബ കേൾക്കുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന്റെ വിശാലമായ വിവരണം മനസ്സിലാക്കിയാൽ അതൊന്നും മുടങ്ങി നിൽക്കൂല. നമ്മുടെ മൂത്രപ്പുര മുടങ്ങി നിൽക്കൂല. നമ്മുടെ പള്ളികൾക്ക് വരുമാനം ഇല്ലാതിരിക്കൂല. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഉള്ളറിഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് തട്ടുന്ന വിധത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അംഗീകരിക്കുക, പ്രാവർത്തികമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസിക്കും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കലനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്. ഇന്ന് ഒരാൾ മരണപ്പെടുകയുണ്ടായി, നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കാരണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരു സഹോദരി ഓപ്പറേഷന് വിധേയമായിട്ട് ഹോസ്പിറ്റലിലുണ്ട്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരുവാനുള്ള ഭാഗ്യം അല്ലാഹു ആ സഹോദരിക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ഞാൻ കേട്ടിട്ടുള്ള ഈ അവസാന നിമിഷത്തിൽ കേട്ട വയനാട്ടിൽ വീണ്ടും ഒരു ഉരുൾപൊട്ടലുണ്ടായി എന്നൊരു വാർത്ത കേൾക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ആ നാടിനെയും നമ്മെയുമെല്ലാം സംരക്ഷിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണമെന്ന് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഞങ്ങളുടെ മഹല്ലിലെ പള്ളിയാണ് എന്ന ആ ചിന്ത ഞങ്ങളുടെ മനസ്സിൽ നീ നിലനിർത്തി തരണമേ റബ്ബേ. ആ പള്ളിക്ക് വേണ്ടിയുള്ള എല്ലാ സേവനങ്ങളും നിസ്വാർത്ഥമായി ചെയ്യുവാനുള്ള, അതിനു വേണ്ടിയുള്ള സാമ്പത്തികമാണെങ്കിൽ ചെലവഴിക്കുവാനുള്ള ഇഖ്ലാസ്, ആത്മാർത്ഥത എല്ലാം ഞങ്ങളിൽ നീ നിലനിർത്തി തരണമേ തമ്പുരാനെ. അതിൻ്റെ ഭരണാധികാരികളും മഹല്ലിലെ അംഗങ്ങളുമായ ആളുകൾക്ക് അതിൻ്റെ യോഗ്യതകൾ ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ജീവിക്കുവാനുള്ള ആ തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. ഈമാനോടുകൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.